ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഒരു കോവയ്ക്ക കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചാറ് കറിയാണത്. അതിന് നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കണം. ഇത് കഴിയുമ്പോൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടിരിക്കുന്ന കോവയ്ക്ക ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് നല്ലതുപോലെ അത് മൂന്ന് വഴന്ന് വരുമ്പോഴാണ് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കേണ്ടത്. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഇത് ഒന്നുകൂടി വേവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം. ഒന്നുകിൽ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം, അതില്ലെങ്കിൽ തേങ്ങാപ്പാൽ. നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ രണ്ടാമത്തെ ഒക്കെ പാലുണ്ടാവുമല്ലോ, ആ പാൽ ഉപയോഗിച്ചിട്ട് നമുക്കത് വേവിക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയം കുടപ്പുളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് വേവിക്കാം. അത്യാവശ്യം മൂടി വെച്ചിട്ട് നമുക്കത് വേവിക്കാം. കറി എന്തായി? കറി ഇനി ഫസ്റ്റ് പാലും കൂടി ഒഴിച്ചിട്ട് കറി കാച്ചാൽ മതി. നമുക്ക് മതിയെങ്കിൽ ഇത്രയ്ക്ക് നിർത്താം, പക്ഷേ നമുക്ക് ചാറല്ല കൂടുതൽ ആവശ്യം. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പാലും കൂടി ഫസ്റ്റ് പാലം ഒഴിച്ചിട്ട് അതിന് തിളപ്പിക്കാൻ നിൽക്കുന്നുണ്ട്. വേഗം അങ്ങോട്ട് തീ ഓഫാക്കുക. തീ ഓഫാക്കി കഴിഞ്ഞാൽ ഈ ഇത് യുണൈറ്റഡ് ശബ്ദം പോലെ അതിൽ വെച്ചിരിക്കണം. അപ്പോൾ കുറേയൊക്കെ ഒഴിക്കാൻ മതി, കുറേ ഓയിൽ. ഇപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള കോവയ്ക്ക ഫിഷ് കറി, കോവയ്ക്ക മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. So beautiful. So beautiful. So elegant. It's looking like a wow.